എൻ്റെ പേര് ഫാദർ ബിനോയ് ജോൺ വടക്കേടത്ത് പറമ്പിൽ. ഞാൻ ജാർഖണ്ഡിലുള്ള ബാഗൽപൂർ രൂപതയിലെ അംഗമാണ്. ഞാനവിടുത്തെ രൂപത ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ഡയറക്ടർ പോസ്റ്റ് മാറി പുതിയൊരു ധ്യാന കേന്ദ്ര പ്രയർ സെൻറ്റർ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഈ സെപ്റ്റംബർ 8-ാം തീയതി പ്രയർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മരവിപ്പ് അനുഭവപ്പെടുകയായിരുന്നു. അതായത് കാലൊക്കെ വലിച്ചുകൊണ്ട് നടക്കുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് കഴിഞ്ഞ ജനുവരിയിൽ വന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ ഈ മരവിപ്പിൻ്റെ മാറുന്നതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകാനിരുന്നപ്പോൾ പെട്ടെന്ന് പോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ വന്നു. അതിൻ്റെ ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. പാലാ മെഡിസിറ്റിയിലാണ് ചെയ്തത്. അതിനുശേഷം ഈ മരവിപ്പിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ന്യൂറോയെ കണ്ടു. അപ്പോൾ അവർ ബ്രെയിനിനും സ്പെയിനിനും സ്കാൻ ചെയ്യാനായിട്ട് ഈ MRI ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പേസ് മേക്കർ ഉള്ളതുകൊണ്ട്, എനിക്ക് പേസ് മേക്കറുണ്ട്, പേസ് മേക്കർ ഉള്ളതുകൊണ്ട് MRI ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ആയുർവേദ ചികിത്സ ചെയ്ത് നോക്കാം, അപ്പോൾ ചിലപ്പോൾ ഈ മരവിപ്പ് മാറുമെന്നൊരു ചിന്ത ഒന്നുകൂടി 20 ദിവസത്തേക്ക് ആയുർവേദ ചികിത്സ ചെയ്തു. തിരുമ്മും കിഴിയെല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കടലുണ്ടി ധ്യാന കേന്ദ്രത്തെ, ഗൽറൂഹ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചൊരു അറിവ് കിട്ടിയതും ഇങ്ങോട്ട് വരാനായിട്ട് തൊടുപുഴയിൽ നിന്നുള്ള ഒരു ചേച്ചിയാണ്, ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ് എന്നെ പ്രേരിപ്പിച്ചതും. അങ്ങനെ ഞാനിവിടെ വന്നു. അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞാണ് കഴിഞ്ഞ ധ്യാനത്തിന്. ഞാനിവിടെ വന്നത് അച്ഛനെ എങ്ങനെയെങ്കിലും മണിയടിച്ച് ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ധ്യാനിക്കാം എന്നൊരു പ്ലാനിലാണ് വന്നത്. അപ്പോൾ അച്ഛനെ വന്ന് കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിടന്ന് കൂടാനുള്ളൊരവസരം കിട്ടുകയാണെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും അങ്ങനെ ചോദിക്കാനും തോന്നിയില്ല. ആ ഫുൾ ധ്യാനം ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ കൂടി, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ കിടക്കാൻ പോയ സമയത്ത് മാത്രമാണ് മുറിയിലേക്ക് പോയത്. ഫുൾ ധ്യാനം ഇരുന്ന് കൂടി. എനിക്ക് നടുവിന് വേദനയോ മരവിപ്പോ ഒരു ബുദ്ധിമുട്ടും ആ സമയത്ത് ധ്യാന സമയത്ത് ഉണ്ടായില്ല. മുഴുവൻ ധ്യാനം നന്നായിട്ട് കൂടാൻ പറ്റി. അതുമാത്രം സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോവുകയുണ്ടായി. ഞാൻ പാലാ മാർസിലിയ മെഡിസിറ്റി പോയി. ഇനി യഥാർത്ഥ സാക്ഷിയുള്ളത് പാലാ മാർസിലിയ മെഡിസിറ്റി പോയി എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ മാർസിലിയയിൽ നിന്ന് എനിക്കൊരു അജിയോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ടെസ്റ്റും നടത്തി. അത് കഴിഞ്ഞ് ഡോക്ടർ ബിബി എന്നാണ് ആ ഡോക്ടറിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനും ഉണ്ട്, വേറെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ യാതൊരു രോഗാവസ്ഥയും ഇല്ല, ഡോക്ടർ പറയാം. അതുപോലെ തന്നെ എനിക്ക് പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഇന്ത്യയിൽ സൗഖ്യമാണ് അല്ലേ? അതായത് എൻ്റെ ഹാർട്ട് റേറ്റ് 72 ഓർഡിനറി റിതത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പം പേസ് മേക്കർ അല്ല വർക്ക് ചെയ്യുന്നത്, സ്വന്തം റിതം വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി, കസിൻ സിസ്റ്റർ, പിന്നെ ഞങ്ങൾ 3 പേരെ ഞാനിവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാണ് ഞായറാഴ്ച. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. ഞാനീ പറയുന്നത് നുണയല്ല എന്നുള്ളതിന് തെളിവാണ് ചേച്ചി ഇരിക്കുന്നത്. വീട്ടുകാരുടെ മുമ്പ് വെച്ചത് പറയുന്നത്. അതായത് കൈവെക്കാമോ? ചേച്ചി എവിടെയാ? ശരി ഇരിപ്പുണ്ട്. അതായത് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം പോലും നേരെ ചൊവ്വൊന്ന് കിടന്നുറങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു. എൻ്റെ കാല് ചൂട് പിടിക്കണം, തിരുമ്മണം, ഉറങ്ങാൻ പറ്റത്തില്ല. കാലും മരവിപ്പും വേദന കാരണം. ധ്യാനം കഴിഞ്ഞ് പോയതിനു ശേഷം കാലും മരവിപ്പും ഒരു ദിവസം പോലും തിരുമ്മിയിട്ടില്ലല്ലോ? ഒന്നുമില്ല അല്ലേ? ഒരു ദിവസം പോലും ചൂട് പിടിക്കുകയോ തിരുമ്മിയോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. യാതൊരു വേദനയും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എനിക്ക് അനുഭവമില്ല. വളരെ ഭംഗിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ അച്ഛൻ ഡെലിവറി ശുശ്രൂഷയിലൊക്കെ നന്നായിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛൻ സ്വന്തമായിട്ട് ധ്യാന കേന്ദ്രം, ഭയങ്കര തപസ് ജീവിതമൊക്കെയാണ്. അച്ഛൻ എന്നെ കാണാൻ വേണ്ടി അച്ഛൻ റൂമിലേക്ക് വന്നു. കർത്താവ് തന്നൊരു സന്ദേശം ഇതാണ്: അച്ഛൻ ഓർക്കുന്നുണ്ടാവും, അച്ഛൻ ഒരിക്കലും ബെന്തിങ് ധരിക്കാറില്ല. ഒത്തിരിയത്തും ഒരു ഒന്നൊന്നര സംരക്ഷണമാണെന്ന് അച്ഛൻ അറിയില്ല. പക്ഷെ എനിക്ക് ആ രഹസ്യം അറിയില്ല എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉത്തിരിയും ധരിക്കണേ. കണ്ടോ? ആ ഉത്തിരിയും ധരിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ ഇതുപോലെ പിന്നീട് അങ്ങോട്ട് സൗഖ്യമാണ്. പിന്നെ അച്ഛന് കിടക്കാൻ തോന്നുന്നില്ല, കാണില്ല. അച്ഛന് ഇവിടെ കിടന്നുകൂടാൻ വേണ്ടി വന്ന ആളാണ്. ഞായറാഴ്ച ഉത്തിരിയും കിട്ടിയോടുകൂടി പിന്നെ കിടപ്പില്ല. ഫുൾ ടൈം ഇവിടെ ഈ ഇരിക്കണ പോലെ. ഇവിടെ കഴിഞ്ഞ ധ്യാനത്തിന് ഈ 1 മണി വരെ ആരാധനയിൽ അച്ഛൻ ഇരുന്നു. ഫുൾ ടൈം അച്ഛൻ. അതോടുകൂടി ആളുടെ ആ രോഗം തന്നെ കംപ്ലീറ്റ് കർത്താവ് മാറ്റി തരാം. അപ്പോൾ ഒത്തിരി നിസ്സാര കാര്യമല്ല കേട്ടോ. അത് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഉത്തിരിയത്തിൻ്റെ പവറാണ് ഒരു പ്രധാനപ്പെട്ട പവർ കേട്ടോ. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഉത്തിരിയത്ത് എനിക്ക് എങ്ങനെ ഉത്തിരിയം ധരിക്കണമെന്നുള്ളൊരു അറിവൊന്നും ഇല്ലായിരുന്നു. ഹരിത്രയും ശുശ്രൂഷ ചെയ്തിട്ട് എനിക്കറിവില്ലായിരുന്നു. അപ്പം അച്ഛനെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അന്നിട്ടിട്ട് ഇതുവരെ പിന്നെ ഞാൻ ഊരിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു കുളിക്കുമ്പോൾ പോലും ഊരാൻ പാടില്ല. അച്ഛന് വലിയ അനുഭവമായിരുന്നു, പുതിയ ബോധ്യങ്ങളും അറിവുകളും. അപ്പം അതിന് നന്ദി പറയാനും സാക്ഷ്യം പറയാനും അച്ഛൻ വന്നിരിക്കുന്നത്. വലിയൊരു സൗഖ്യം അച്ഛനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.